വാ, എവിടെ ഇരിക്കേ. നീ എന്താ ഇത്രയും വൈകി? നീ അതാദ്യം പറ. പിന്നെ ഞാൻ എന്താ പറഞ്ഞു ഭയങ്കര ട്രാഫിക് അല്ലേ, എങ്ങനെ വരാനാ? ഓക്കെ ഇനിയൊട്ട് സമയം കളയാനില്ല, മമ്മി പെട്ടെന്ന് വരും. എടി നിന്റെ മനസ്സിൽ ഈ ഒരു വികാരം മാത്രമേ ഉള്ളൂ, എനിക്കിപ്പോ മൂടൊന്നുമില്ല. നീ എന്നോട് പിണങ്ങിയിരിക്കുകയാണോ? പിണങ്ങാതെ എന്ത് ചെയ്യും? എനിക്ക് വേറെ ആരെയോ കിട്ടിയിട്ടുണ്ടെന്നാ തോന്നുന്നേ. കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ നിന്റെ ഈ ഒരൊറ്റ കോളി ഞാൻ ഇങ്ങോട്ട് ഓടി വരുമായിരുന്നു. ഹാ, ഇങ്ങോട്ട് വന്നോണ്ട് സാർ എനിക്ക് ഭയങ്കര ഉപകാരം ചെയ്തതുപോലെയാണല്ലോ. നിനക്ക് ഈയിടെയായിട്ട് എന്നോട് ഒട്ടും ഇഷ്ടമില്ല. നോക്ക്, നിന്റെ ഈ നാടകങ്ങളി ഒന്ന് നിർത്ത്. നിനക്കറിയാലോ എന്റെ നിന്നോടുള്ള സ്നേഹം. ആണോ? എന്നൊന്ന് തെളിയിച്ചേ. തെളിയിക്കാനോ? എങ്ങനെ? ഇനി അതും ഞാൻ പറഞ്ഞു തരണോ? അത് ശരി, അപ്പൊ മോൾ അതാണ് ഉദ്ദേശിച്ചത്. നമുക്ക് അകത്തേക്ക് പോവാം, ഇവിടെ ഒട്ടും സ്ഥലമില്ല. വേഗം എവിടെയെങ്കിലും ഒളിക്കാം. അമ്മ വന്നു. അമ്മേ, അതിലൂർക്കാൻ എന്താ ഇത്ര താമസം? ആരടിയകത്ത്? അമ്മേ, അതെന്റെ ബോയ്ഫ്രണ്ടാ. ഓ, നിന്റെ പുതിയ ബോയ്ഫ്രണ്ട്. അമ്മ ഇത് എന്തൊക്കെയാ പറയുന്നേ? അവൻ എന്നെ ഫസ്റ്റ് ലവോ? അയ്യോ, എന്റെ മോൾ ഇതിനു മുമ്പ് ആരെയും പ്രേമിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇതായിരിക്കും ഫസ്റ്റ് ലവ്. നീ എന്തിനാടാ ടോയ്ലറ്റിൽ കയറി? നീ ഉമ്മ വെച്ച പാട് കഴുകാൻ വേണ്ടി കേറിയതാ, ഇനി അത് കാണണ്ടാന്ന് കരുതി. മോൻ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. പേരെന്താന്നാ പറഞ്ഞേ? പറഞ്ഞില്ലായിരുന്നു ആന്റി, കരൺ. അല്ല സാറ്, നിനക്കൊരു ചായ ഇട്ടൂടായിരുന്നോ? എനിക്ക് ശരിക്കും നല്ല ക്ഷീണമുണ്ട്. പിന്നെ ഇവനും ശരിക്കും ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പോയി ചായ ഇടാം. താനിരിക്കെ. നിനക്ക് ക്ഷീണം തോന്നുന്നുണ്ടോ? ഇല്ല. അത് കൊള്ളാം, വെരി ഗുഡ്. അല്ലെങ്കിലും നിന്റെ ഈ പ്രായത്തിൽ ക്ഷീണമൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇന്ന് നല്ല ചൂടുണ്ടല്ലേ കരൺ? അല്ല, താനെന്താ ഇങ്ങനെ നാണിച്ചിരിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കേ. താനെന്താ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നേ? ദേ ഇങ്ങോട്ട് നോക്കടോ. ചായ റെഡി. ദാ കുടിക്ക്. കരൺ, നീ ഇതെന്തേ ആലോചിക്കുന്നേ?
തനിക്കെന്താ ഒരു ടെൻഷൻ പോലെ? നീ ആ ചായ കുടിക്കേ. ഏയ് വേണ്ട, എനിക്ക് ചായ ഒന്നും വേണ്ട. എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. ഇപ്പൊ ഇത് പെട്ടെന്നൊരു ജോലി. അതിപ്പോഴാണ് ഞാൻ ഓർത്തത്. ആ ശരി, അത്യാവശ്യമാണെങ്കിൽ നീ പോയി ജോലി ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് നീ ഇങ്ങോട്ടൊന്ന് നോക്ക്. ശരി, ഞാൻ പോവാ. അമ്മയ്ക്കറിയോ, കരൺ നല്ലൊരു പയ്യനാ. കരൺ എന്നെ അല്ലാതെ വേറൊരു പെണ്ണിനെ നോക്കുക പോലും ഇല്ല. നീ ഉള്ളപ്പോ നോക്കുന്നില്ലായിരിക്കും. എന്റെ മമ്മി എന്തേ പറയുന്നേ? ഐ ട്രസ്റ്റ് ഹിം അലോട്ട്. അവൻ എന്നെ ഒരുപാട് ഇഷ്ടമാ. അവനെ ബാക്കിയുള്ള ആമ്പിള്ളേരെ പോലെയല്ല. നീ ഇതെന്തൊരു പാവമാടി. ആണുങ്ങളെ പറ്റിയൊക്കെ നീ എന്നോട് ചോദിക്കേ. ഇവന്മാരുടെ സ്വഭാവമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇവരെയൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. പിന്നെ നിന്റെ ഈ കരൺ, അവൻ നല്ല ഒന്നാന്തരം ഒരു കോഴിയാ. അധികം അങ്ങ് അടുപ്പിക്കണ്ട. അല്ലെങ്കിൽ അവസാനം നീ ഇരുന്ന് കരയുന്നത് ഞാൻ കാണേണ്ടി വരും. വെറുതെ വായി തോന്നി വിളിച്ചു പറയാതെ മമ്മി, ചുമ്മാ ഓരോന്ന്. വായി തോന്നിയതല്ല, എക്സ്പീരിയൻസാ മോളെ. നിനക്ക് വേണമെങ്കിൽ ഞാനത് പ്രൂവ് ചെയ്തു തരാം. മമ്മിക്ക് ഒന്നും തെളിയിക്കാൻ പറ്റില്ല മമ്മി. ബെറ്റ് വെച്ചാലോ? അങ്ങനെ ഞാൻ തെളിയിച്ചു കഴിഞ്ഞാൽ നീ തോറ്റൊന്ന് സമ്മതിക്കണം. ശരി, പക്ഷേ മമ്മി തോറ്റു കഴിഞ്ഞാ മമ്മിയും തോറ്റതായി സമ്മതിക്കണം. ഞാൻ തോക്കാൻ ഒരു സാധ്യതയില്ല. മമ്മി ഉറപ്പായിട്ടും തോക്കും. ശരി, നമുക്ക് കാണാം. നിനക്ക് കണ്ടറിയണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് റൂമിൽ കയറി നാളെ മിണ്ടാതിരുന്നു. നീ അവന്റെ നമ്പർ ഇതാ. എന്തിന്? കാര്യം അറിയണ്ടേ? നീ നമ്പർ താടി. ശരി, സെൻഡ് ചെയ്തിട്ടുണ്ട്. ഹലോ. ഹലോ, കരൺ. ആരാ സംസാരിക്കുന്നേ? ഞാൻ സാധന, സാറയുടെ മമ്മി. കരൺ, എനിക്ക് നിന്നെ കൊണ്ടൊരാവശ്യം ഉണ്ടായിരുന്നു. നിനക്ക് ചെയ്യാവോ? പക്ഷേ എന്താ ചെയ്യണ്ടേ? അതിങ്ങനെ ഫോണിൽ കൂടെ പറയേണ്ട കാര്യമല്ല. നിനക്ക് നാളെ വൈകിട്ട് 4 മണിക്ക് വീട്ടിലേക്കൊന്ന് വരാൻ പറ്റുമോ? നീ പേടിക്കണ്ട, ചെറിയൊരു കാര്യത്തിന് വേണ്ടിയായിരുന്നു. വരുമല്ലോ അല്ലേ? ശരി. താങ്ക് യു സോ മച്ച് കരൺ. അപ്പോൾ നാളെ വൈകിട്ട് 4 മണിക്ക് ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കും. ശരി, ഞാൻ വരാം. പിന്നെ നീ സാറയോടൊന്നും ഈ കാര്യം പറയണ്ട കേട്ടോ. അതെന്താ? അതങ്ങനത്തെ ഒരു കാര്യമോ. നീ നാളെ ഇവിടെ വരുമ്പോൾ നിനക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. പിന്നെ നാളെ സാറ വീട്ടിലുണ്ടാവില്ല, അവൾക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടാവും. അപ്പോൾ നാളെ വൈകിട്ട് 4 മണിക്ക്. ഓക്കെ, ബൈ. ഓക്കെ, ബൈ. അപ്പൊ ഇനിയാണ് കളി. ബെറ്റിൽ ആരാ ജയിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നാളെ തന്നെ കാണാം. എന്താ മമ്മി മുഖത്തൊരു സന്തോഷം? കരണിനോട് എന്താ പറഞ്ഞേ? നാളെ 4 മണിക്ക് വരാൻ പറഞ്ഞു. ആണോ? അവൻ എന്നെ പറ്റി വല്ലതും പറഞ്ഞോ? ഇല്ല, പക്ഷെ ഞാൻ അവനോട് പറഞ്ഞു നാളെ നീ ഡാൻസ് ക്ലാസ്സിൽ പോവും, ഇവിടെ ഉണ്ടാവില്ലെന്ന്. അവന് നീ ഫോൺ ചെയ്യുകയാണെങ്കിലും ഇങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. പിന്നെ രസമുള്ള ഒരു കാര്യം കൂടിയുണ്ട്. എന്താ? സാറയോടൊന്നും പറയരുതെന്നാ ഞാൻ അവനോട് പറഞ്ഞത്. നീ നോക്കിക്കോ, അവൻ നിന്നോടൊന്നും പറയില്ല. കമോൺ മോം, പറഞ്ഞതെന്റെ മമ്മിയല്ലേ. അപ്പോ മമ്മിക്കുള്ള വിശ്വാസം പോകണ്ടെന്ന് പറഞ്ഞ അവൻ പറയാതിരിക്കുമായിരിക്കും. ഞാനിപ്പോ ആലോചിക്കുന്നത് നാളെ നിന്റെ വിശ്വാസം തകർന്നു കഴിയുമ്പോ നീ എന്തുമാത്രം വിഷമിക്കുമെന്ന്. നമുക്ക് നോക്കാം. മമ്മി ശ്രമിക്കുന്നുണ്ടല്ലോ. ഓൾ ദി ബെസ്റ്റ്. അല്ല, മമ്മിയുടെ പ്ലാൻ എന്താ? കാര്യമായിട്ട് എന്തോ പ്ലാനിങ് ഉണ്ട്. കാര്യമായിട്ട് പലതും നടക്കാൻ പോവാ. അവൻ വന്നു എന്നാ തോന്നുന്നു. നീ ചെല്ല, അകത്ത് പോയി വിളിക്കാം. ഓക്കെ. ഇരിക്കും.
കരണിനൊരു കാര്യം അറിയോ? കുറേ കാലം മുമ്പ് എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. നിനക്ക് ശരിക്കും അവന്റെ നല്ല ചായയുണ്ട്. എന്നെ കാണുമ്പോൾ എനിക്ക് അവനെ ഓർമ്മ വരുന്നത്. നിന്റെ ഈ മുടിയൊക്കെ എന്തൊരു സോഫ്റ്റാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അത് പറയാലോ. നീ എന്തിനാ ഇത്രയൊക്കെ ടെൻഷൻ അടിക്കുന്നേ? നിനക്കെന്നെ ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ അടുത്തിരിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? അല്ല, അങ്ങനൊന്നുമില്ല. എങ്കിൽ പിന്നെ നീ ഒന്ന് ചിരിക്കടാ. റിലാക്സ്. ആ, ഇപ്പൊ കൊള്ളാം. ഗുഡ് ബോയ്. ഓക്കെ, ഇനി നിന്റെ കയ്യും തന്നെ. നിനക്കൊരു കാര്യം അറിയോ? എനിക്ക് കൈരേഖ നോക്കാൻ അറിയാം. നിന്റെ ലവ് ലൈൻ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഇത് കൊള്ളാലോ കരൺ. നീ ഭയങ്കര റൊമാൻറ്റിക് ആണല്ലോ. നിന്റെ കൈരേഖ നോക്കുമ്പം മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാ, നിനക്കൊന്നല്ല ഒരുപാട് സ്ത്രീകളുമായിട്ട് അഫെയർ ഉണ്ടാവുമെന്ന. പ്രത്യേകിച്ച് നിന്നേക്കാളും പ്രായമുള്ള സ്ത്രീകളുമായിട്ട്. നിനക്ക് പ്രായം കൂടിയ സ്ത്രീകളെ ഇഷ്ടമാണോടാ? ഇല്ല, എനിക്കങ്ങനൊന്നുമില്ല. എന്തേ? നിനക്കെന്നെ ഇഷ്ടപ്പെട്ടില്ലേ? എടാ, നീ പേടിച്ചു പോയോ? ഞാനൊരു തമാശ പറഞ്ഞല്ലേ. എങ്കിൽ ശരി, നീ പറ. നിനക്ക് എന്താ വേണ്ടത്? തണുപ്പുള്ളത് വേണോ അതോ ഹോട്ട് വേണോ? നിങ്ങൾ അതിന് ബുദ്ധിമുട്ടുണ്ടോ? ഇതിലിപ്പോ ബുദ്ധിമുട്ടാൻ എന്താ ഉള്ളേ? ഞാനിപ്പോ എടുത്തോണ്ട് വരാം. അയ്യോ, എന്തെങ്കിലും പറ്റിയോ? ബാം എവിടെയാ ഉള്ളത്? അവിടെയുള്ള മേശയിലുണ്ട്. ഞാനിപ്പോ എടുത്തോണ്ട് വരാം. ഇവിടെ കിടന്നോളൂ. എവിടെയാ വേദനിക്കുന്നത്? ഇവിടെയാണോ? കുറച്ചു മുകളിൽ. ഇവിടെയോ? കുറച്ചുകൂടെ. ഇവിടെയാണോ? കുറച്ചുകൂടെ. ഇവിടെ? അതെ. കരൺ, കരൺ, എടാ വൃത്തികെട്ടവനെ, നീ എന്താ കാണിക്കുന്നേന്നറിയോ നിനക്ക്? നിന്റെ ശരിക്കുള്ള സ്വഭാവം എന്താന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. എടി, എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലായിരുന്നു. നിന്റെ അമ്മയെ എന്നെ മയക്കി കിടത്തിയത്. നീ എങ്ങനെ മയങ്ങാൻ നിൽക്കുവാണാടാ? ഇപ്പൊ നീ തോറ്റെന്ന് സമ്മതിച്ചോടി. ഞാൻ സമ്മതിച്ചു തോറ്റെന്ന്. ഇനി ഇവന് എന്താ ചെയ്യേണ്ടതെന്ന് മമ്മി പറഞ്ഞാ മതി.
നമുക്ക് രണ്ടുപേർക്കും കൂടി ഇവനുള്ള ശിക്ഷ കൊടുക്കണം. കടുത്ത ശിക്ഷ. എനിക്ക് ഇവിടുന്ന് പോണം. എന്റെ മുന്നിൽ നിന്ന് മാറ്. മമ്മി, ഇവ മരിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? ഈ ബോഡി ആരും കാണാതെ ഒളിപ്പിക്കണം.